നമസ്കാരം എല്ലാവർക്കും മാമൻസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇത്തവണ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ഡിഷാണ്, ഗ്രിൽഡ് സാൽമൺ. ഒരു ട്രഡീഷണൽ ഇംഗ്ലീഷ് പ്രിപ്പറേഷനാണ്. യൂറോപ്പിൽ മാത്രമല്ല, അമേരിക്കയിലും ഓസ്ട്രേലിയയിലും മിക്ക രാജ്യങ്ങളിലും വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു ഫിഷാണ് സാമൺ. ഇപ്പോൾ ഒരു പക്ഷേ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നെയ്മീൻ വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷൻ റെസിപ്പിയാണ്. അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ഗ്രിൽഡ് ഫിഷ് സാമൺ എങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സാമൺ. പിന്നെ ഞാനിന്ന് സാമൺ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ബേബി ക്യാരറ്റ്സ് കിട്ടിയിട്ടുണ്ട്, പല കളറിലുള്ളത്. അപ്പം അത് ഒരു സൈഡ് ഡിഷായിട്ടും, പിന്നെ കുറച്ച് അവക്കാഡോ എന്ന് പറയുന്നത് നാട്ടിൽ നമ്മൾ ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നൊരു സാധനമാണ്. അപ്പം അവക്കാഡോ വെച്ചിട്ടൊരു ചട്നി, കുറച്ച് ബ്രൗൺ ചെറി ടൊമാറ്റോസ് ഗ്രില്ല് ചെയ്തിട്ട് അത് സൈഡിൽ. പിന്നെ അത്രയാണ് നമ്മൾ സൈഡ് ഡിഷായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സാമന് ഗ്രില്ല് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ: കുറച്ച് ഫ്രഷ് റോസ്മെറി, ഗാർലിക്ക്, തൈമ്, പിന്നെ കുറച്ച് ബ്ലാക്ക് പെപ്പർ, ഉപ്പ്, ഒലിവ് ഓയിൽ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് സാമൻ ഗ്രില്ല് ചെയ്യാനായിട്ട്. പിന്നെ ഇത് സൈഡ് ഡിഷായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ സാമൺ ഒന്ന് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റോളം നമുക്ക് ഏകദേശം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് കുറച്ച് സോൾട്ട്, കുറച്ച് പെപ്പർ, നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. രണ്ട് സൈഡും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചിട്ടിട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇത് ഏകദേശം നമുക്കൊരു 10 മിനിറ്റോളം നമുക്ക് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അവക്കാഡോ ചട്നി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ അവക്കാഡോ ചട്നി ഉണ്ടാക്കാനായിട്ട് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. അവക്കാഡോ, കുറച്ച് മല്ലിയില, കുറച്ച് നമ്മുടെ ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തത്, പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു കഷ്ണം വെളുത്തുള്ളി, കുറച്ച് ലെമൺ ജ്യൂസ്, കുറച്ച് ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊരു ഫുഡ് പ്രോസസ്സറിനകത്തോ അല്ലെങ്കിൽ മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവക്കാഡോ ചട്നി റെഡി. അപ്പം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനൊരു ജാറിനകത്താക്കിയിട്ടുണ്ട്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അവക്കാഡോ ചട്നി റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ടൊമാറ്റോസും റെഡിയാക്കാനായിട്ട് ആദ്യം നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ബട്ടറിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒന്ന് പാൻ ചൂടാക്കി വയ്ക്കുക. അതിലേക്ക് ക്യാരറ്റ്സ് ഇടുക, കുറച്ച് ബട്ടർ ഇടുക, കുറച്ച് ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം. ഇത് ബേബി ക്യാരറ്റ് ആയതുകൊണ്ട് നമുക്ക് അധികം വേവേണ്ട ആവശ്യമില്ല, കാരണം വളരെ സോഫ്റ്റാണിത്. ഒരു 2 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റോളം ആയി. അപ്പോൾ നമുക്ക് അതിനകത്ത് നമ്മുടെ ചെറി ടൊമാറ്റോസ്, ബ്രൗൺ ചെറി ടൊമാറ്റോസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഏകദേശം 1 മിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടും.
ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സാമൻ അതിൻ്റെ കുക്കിങ്ങിലേക്ക് കിടക്കാം. സാമൻ ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം നമ്മൾ മാരിനേഷൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സാമൻ കുക്ക് ചെയ്യാം. ഈ സെയിം പാനിൽ തന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക. ഒരു ടേബിൾ സ്പൂണോളം ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ചെറുതായിട്ട് സ്മോക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് സാമൻ വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള തൈമ്, റോസ്മരി, പിന്നെ കുറച്ച് ഗാർലിക് ഉണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ അതിൻ്റെ സൈഡിലേക്ക് ഇടുക. അപ്പോൾ ഈ തൈമിൻ്റെയും റോസ്മറിയുടെയും ഗാർലിക്കിൻ്റെ എല്ലാം ഫ്ലേവർ ആ ഓയിലിൽ ഇൻഫ്യൂസ് ചെയ്ത് അത് ആ സാമനിലേക്ക് നന്നായിട്ട് പിടിക്കും. തീ ഒന്ന് കുറച്ച് കൊടുക്കുക, ഒരു മീഡിയം ഹീറ്റിലേക്ക് മാറ്റുക. ഇനി നമുക്കത് ഒരു 2 മിനിറ്റോളം അങ്ങനെ ഇരുന്ന് കുക്ക് ചെയ്യട്ടെ. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റോളം ആയിക്കൊണ്ട് നമുക്കിനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് തിരിച്ചിട്ടും ഒരു 2-2.5 മിനിറ്റോളം കുക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് സൈഡും ഈ 2 സൈഡും ചെറുതായിട്ടൊന്ന് ആ സൈഡ് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതോടുകൂടി നമ്മുടെ കുക്കിംഗ് കംപ്ലീറ്റ് ആവും. ടോട്ടൽ ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്താൽ മതിയാവും സാമന്. ഇപ്പം നമ്മുടെ എല്ലാ സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് പാനിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ സാമൻ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ.